വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു തെമ്മു ഹോളാണ് ഗൈസ്. അപ്പം ഈ കൊച്ചിന് ഇത് തന്നെയാണ് തൊഴിലെന്നൊന്നും വിചാരിക്കല്ലേ. ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത സാധനം ഡെലിവറി ആയപ്പം ലേറ്റ് ആയി പോയി ഗൈസ്. സോ അതുകൊണ്ട് ആ ലേറ്റായ സാധനവും പിന്നെ അതിന്റെ കൂട്ടത്തിൽ അവർ കുറച്ച് ഫ്രീ ഗിഫ്റ്റ്സും കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടിക്കുറച്ച് ഒരു അവിയൽ വരുമായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, തെമ്മുവിന് ഡെലിവറി ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അവർ €5 നമുക്ക് പെനാൽറ്റി ആയിട്ട് ഇങ്ങോട്ട് തരും. ഓക്കെ, അപ്പൊ എനിക്ക് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെലിവറി ലേറ്റ് ആയത് കാരണം എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഡെലിവറി ലേറ്റ് ആയെന്ന് അവരെനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഒരുപാടങ്ങ് ഞാൻ ഇങ്ങനെ വലിച്ച് നീട്ടുന്നില്ല. ഷടപടേന്ന് എന്തൊക്കെയാണ് സാധനം നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മുടെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഇത് സംഭവമാണ്. ഇത് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. ആക്ച്വലി ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതാണ് ഈ അൽഫ്രത്ത് പോലത്തെ ഇരിക്കുന്ന കവർ. ഇങ്ങനെ അതാരും മൈൻഡ് ചെയ്യരുത് ഗൈസ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എന്റെ ക്യൂരിയോസിറ്റി കാരണം ആസ് യൂഷ്വൽ സ്വാഭാവികം ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അത് കണ്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഈ ഹലോ ബേബി എന്ന് പറയുന്ന സ്ട്രോളർ ഷീറ്റ് ആണ് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത്. നമുക്കിത് സ്ട്രോളർ ഷീറ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ കാർ സീറ്റിന് ഇൻഫാന്റ് കാർ സീറ്റിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം ഇത് ഡബിൾ സൈഡാണ് കേട്ടോ. ഇവിടെ ബ്ലൂവും ഇവിടെ പിങ്കും ഡബിൾ സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അവ രണ്ട് കളേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ഇതെടുത്തത്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാന്ന് ചോദിച്ചാ നല്ല സ്പോഞ്ചാണ്. അത് അടിപൊളിയായിട്ടുണ്ട്, സ്പോഞ്ചാണ്. പിന്നെ ഇത് കളർ പോവോ എന്ന് ചോദിച്ചാ എന്റെ ഒരു നിഗമനം പോകൂല എന്നതാണ്. ഇനി ഇത് വാഷ് ചെയ്താലേ അറിയുള്ളൂ. പോകൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് കുറച്ച് കളർഫുൾ ആയിരുന്നത് കൊണ്ട് കുട്ടി ഇതങ്ങ് എടുത്തു ഗൈസ്. അപ്പൊ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തത് ഇതാണ്. ഇതും ഒരു ബേബി ബെഡാണ്, കുഞ്ഞ്. ഇതിൽ മസ്കിറ്റോ നെറ്റൊക്കെ വരുന്ന ഒരു സംഭവമാണ്. കണ്ട് ഇഷ്ടപ്പെട്ടു, എടുത്തു. അതായിരുന്നു എന്റെ അവസ്ഥ ഇത് മേടിച്ചപ്പോ. ഓക്കെ, ഇത് ഈ ക്യാമറയിൽ കൊള്ളുന്ന എനിക്ക് മീൻസ് ഇതിന്റെ അകത്ത് ഇത് കാണിച്ചു തരണം എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുഞ്ഞൊരു പില്ലോ ഒക്കെ ഉണ്ടായിട്ട് അതിന്റെ അകത്ത്. പിന്നെ മസ്കിറ്റോ നെറ്റും. ഒരു മിനിറ്റ്, ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്ന് എനിക്കറിയാം. ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതെങ്ങനെ ഇങ്ങനെ കിടത്താം ബേബീനെ. സോ ഇങ്ങനത്തെ ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ വില കൂടുതലായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ആസ് യൂഷ്വൽ തെമ്മു ആണല്ലോ, സോ ചിപ്പസ്റ്റ് ആയിരിക്കും. പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, അതാണ് എടുത്തു പറയണ്ട എനിക്ക്. സോ ഇതാണ് സംഭവം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല, ഇപ്പം കറക്റ്റ് വ്യൂ കാണാൻ പറ്റില്ല ഈ ക്യാമറയിനകത്ത്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും, വേണുള്ളൊരു ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇതാണ് അടുത്ത സാധനം പ്രോഡക്റ്റ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നെറ്റും ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഈ നൂല് പോലെയൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് എപ്പോഴാണ് കണ്ടത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കുഴപ്പമില്ല എന്നാണ് എന്റെ വിശ്വാസം. നെറ്റിന്റെ കാര്യം എനിക്ക് സംശയമാണ് ഗൈസ്. യൂസ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ നെറ്റിന്റെ കാര്യം. പക്ഷെ ബെഡ് അടിപൊളിയാണ്. ഈ സാധനം സംഭവം നല്ല സോഫ്റ്റും ആണ്, എനിക്കിഷ്ടം അവിടെ. പിന്നെ ഉള്ളത് ഇതാണ് ദിസ് വൺ. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ നമ്മുടെ പവർ ബാങ്ക്, ചാർജറും ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യാന്നില്ല ഹെഡ്സെറ്റ് ഒക്കെ വയ്ക്കാൻ പറ്റിയ ഒരു എന്താ പറയുക സ്റ്റോറേജ് ബാഗിയാ. ഇത് കെട്ടിയ ഞാൻ മേടിച്ചാണ് ഈ കളറ്. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു ഏത് കളറാണോ, ബ്ലൂ പറഞ്ഞു. അപ്പൊ ഞാൻ ബ്ലൂ ഓർഡർ ചെയ്തു. എന്റേത് ഞാൻ കാണിച്ചു തരാം. എന്റെ ഇത് അപ്പുറത്ത് ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിലൊരു ഹാങ്ങിങ്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെ, നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വിടാം. അതിന്റെ അകത്ത് കീ ചെയിൻ ഇടാൻ പറ്റും. ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, നമുക്ക് കീ ചെയിൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ 2 കമ്പാർട്ട്മെന്റ് പോലെയാണ്. ഇവിടെ ഇതിന്റെ അകത്ത് നമുക്ക് ഹെഡ്സെറ്റോ പവർ ബാങ്കോ എന്തും വെക്കാം. ഇവിടെ ചാർജേഴ്സ് വെക്കാം. എനിക്ക് തോന്നുന്നു ഹെഡ്സെറ്റ്, പവർ ബാങ്ക്, ചാർജേഴ്സ്, പിന്നെ വേറെ 2-3 സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇപ്പം വയറൊക്കെ കൂടുതലാണ്, ഹാർഡ് ഡിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വെക്കാം. അങ്ങനെയൊക്കെ ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ് നമുക്കിപ്പം ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ നമുക്ക് നാട്ടിൽ പോകുന്ന, അപ്പം ഞാനൊക്കെ ആണെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ എല്ലാം എന്റെ ഒരു കുഞ്ഞു ബാഗ് ഉണ്ട്, അതിന്റെ അകത്താണ് ഇടുന്നത്. ഇങ്ങനെ വലിച്ചു വാരിയായിരിക്കും ഇടുന്നത്. സത്യം, ഞാൻ വലിച്ചു വാരി മീൻസ് അതിന്റെ അകത്ത് ഇങ്ങനെ ഇട്ടോളും. അതിന്റെ അകത്ത് ആ ബാഗ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ബാഗ്. പക്ഷെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് വയ്ക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ മേടിച്ചാണ്. അപ്പൊ അങ്ങനെ കെട്ടിയവന്റെ അടുത്ത് ചോദിച്ചപ്പം
വേണമെന്ന് പറഞ്ഞു ഓർഡർ ചെയ്തു. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ ഇത് ബ്ലൂ. ഓക്കെ, ദിസ് ഇസ് ഫോർ കാച്ചിയോൺ. ഓക്കെ, ഇനി അടുത്ത എന്റേത് കാണിച്ചേക്കാം. എന്റേത് എന്റെ കളർ കാണുമ്പോൾ ആരും ഓടിപ്പോകില്ല ഗൈസ്. ഞാൻ പിന്നെ ഈ പളിച്ചും എറിച്ചും ഒക്കെ നിൽക്കുന്ന കളറിന്റെ ആളാണ്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇതെടുക്കാം. അങ്ങനെ ഞാൻ ഇതെടുത്ത്. ഓക്കെ, ബെസ്റ്റ്. ഞാൻ ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേ. ഇതിന്റെ അകത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഇപ്പോഴാണ്. ത്രെഡ് വൈറ്റ് ആണ്. മിക്കവാറും ഇതിനെ ഞാൻ വേറെ ഏതെങ്കിലും കളറാക്കും തോന്നുന്നു, ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ. ബിക്കോസ് വെള്ളം ഒരിക്കലും സെറ്റ് ആവില്ല. കാരണം അത് എന്റെ കയ്യിലേക്ക് ഇരുന്നാൽ പെട്ടെന്ന് അഴുക്കായി പോകും. അതുകൊണ്ട് ഇത് മിക്കവാറും ഞാൻ യൂസ് ചെയ്യൂല എന്നതാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ ഇവിടെയും സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ സെയിം അതിൽ ഞാൻ കാണിച്ച പോലെ തന്നെയാണ്. 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ, ഇലക്ട്രോണിക് ഐറ്റംസ്. പക്ഷെ ഞാൻ വിചാരിച്ച ഓർഡർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ചെറുതായിരിക്കുമെന്ന്. പക്ഷെ അല്ല, കാരണം പണി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് മുമ്പ് ഞാൻ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഊഹിച്ചാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഒരിക്കലും ഇത് വന്ന് ലൈക് പവർ ബാങ്കും ഹാർഡ് ഡിസ്കും എല്ലാം നമുക്ക് വെക്കാം ഇതിൻ്റെ അകത്ത്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. വട്ടാണെന്ന് വിചാരിക്കില്ലേ ഗൈസ്, എനിക്ക് മണം ഇഷ്ടപ്പെട്ടു. അതിലില്ലായിരുന്നു കേട്ടോ, ആ ബ്ലൂവിൽ ഈ ഒരു സ്മെല്ലില്ലായിരുന്നു. പക്ഷെ ഇതിൽ നല്ലൊരു സ്മെല്ലായിരിക്കും, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് എന്റെ ട്രാവലിംഗ് ഓർഗനൈസർ ഫോർ ഇലക്ട്രോണിക് ഐറ്റംസ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ബാഗാണ്. ബേബിക്ക് വേണ്ടിയിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗാണ്. പക്ഷേ ഇതിലൊരു അബദ്ധം പറ്റി. എനിക്ക് അബദ്ധം എന്ന് തന്നെ പറയാം. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഓർഡർ ചെയ്തപ്പോ ഇങ്ങനെ ഉണ്ടാവേ ലൈക്ക് നാട്ടില് പക്ഷെ വേറെയാണ് കേട്ടോ. നാട്ടിലെ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിരിക്കും, തിക്കറായിരിക്കും. ഇത് വന്ന് ഡ്രസ്സ് പോലെയാണ്. ഇവിടെ ഓപ്പണിംഗ് ഒന്നുമില്ല, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഒന്നുമില്ല. ഓക്കെ, ഫുള്ള് കവേർഡ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ തിക്കർ വേഷനാണ്. പക്ഷെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ, ഇപ്പം സമ്മറിന്റെ ക്ലൈമറ്റ് ആണല്ലോ, എക്സാക്ട്ലി ഇതിപ്പോ ആവശ്യമില്ല. കാരണം ഞാൻ വിചാരിച്ചു 0 to 6 monthsന്റെയാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ ഒരു അബദ്ധം പറ്റിയ എന്തെന്ന് വെച്ചാൽ ക്ലോത്ത് അതിൽ നോക്കുമ്പം എനിക്ക് ഫോട്ടോയിൽ തോന്നിയ ഓക്കെ ഇടാൻ പറ്റുന്ന, സമ്മറിൽ ഇടാൻ പറ്റുന്നതായിരിക്കും. ഒരിക്കലും ഇല്ല, ഇത് വിന്ററിന്റെ ആണ്. അത് മാറിപ്പോയി. അപ്പൊ ഞാൻ റിട്ടേൺ ഇത് അയച്ചാലോ എന്ന് ആലോചിച്ച് വന്നപ്പോ തന്നെ. അപ്പൊ പിന്നെ കെട്ടിയും പറഞ്ഞു വേണ്ട ഇരുന്നോട്ടെ, ചിലപ്പം തണുത്ത ക്ലൈമറ്റിന് വരെയാണെങ്കിൽ യൂസ് ചെയ്യാലോ. അങ്ങനെ പിന്നെ റിട്ടേൺ അയക്കുന്ന പ്ലാനും ഞാൻ ക്യാൻസൽ ചെയ്തു ഗൈസ്. അങ്ങനെ ഇത് സ്ലീപ്പിംഗ് ബാഗാണ്. ഇത് മസ്റ്റ് ഹാവ് ആണ് ബേബിക്ക്. ആസ് യൂഷ്വൽ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിന് ഇത് ആവശ്യമില്ല. കാരണം അവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ട് തിരിച്ചവർ മേടിച്ച് വെക്കും. അത് വേറെ, തിരിച്ചവർ മേടിച്ച് വെക്കും, വീട്ടിൽ കൊണ്ടുവരാൻ വിടത്തില്ല. സോ വീട്ടിൽ നമ്മൾ വരുമ്പോൾ ഒരു മസ്റ്റ് ഹാവ് ഐറ്റത്തിൽ ഒന്നാണ് സ്ലീപ്പിംഗ് ബാഗ്. ഒരു 2 അറ്റ്ലീസ്റ്റ് ഒരു 3 പെയറെങ്കിലും വേണം. സോ ഞാൻ ഇതൊന്നും ഇങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയത് കൊണ്ട് ഞാൻ പിന്നെ തെമ്മൂന് ഓർഡർ ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ഓർഡർ ചെയ്യാൻ നിന്നില്ല. കാരണം പോയി ഡയറക്റ്റ് നോക്കി വാങ്ങാന്ന് വെച്ചാൽ. പക്ഷെ ഡയറക്റ്റ് എല്ലാ ഷോപ്പിലും ഇവിടെ ഉള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ കൈയില്ലാതെ സ്ലീവ്ലെസ് ആണ് ഉള്ളത്. അപ്പൊ ഓൺലൈനില് ഇങ്ങനെ ഫുൾ ഹാൻഡ് വരുന്നത് ഉള്ളൂ. പക്ഷെ ഓൺലൈനിലുള്ളത് വിന്ററിന്റെ ആണ്, സമ്മറിന്റെ ഇല്ല. കൂടുതലും ഞാൻ നോക്കിയ എല്ലാ സൈറ്റിലും സമ്മറിന്റെ ഇല്ല, കുറവാണ്. സോ അതുകൊണ്ട് ഞാനിപ്പം എന്ത് ചെയ്യാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അടുത്ത 2 ഞാൻ ഇനി എവിടെ നിന്ന് വാങ്ങും എന്നുള്ളത് നോക്കണം. അതിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിറക്കും. ഓക്കെ, അപ്പം ഇതാണ് സാധനം. ഇത് കൊള്ളാവോന്ന് ചോദിച്ചാൽ വിന്ററിന് അടിപൊളിയാണ്, ഇടാൻ പറ്റും, സൂപ്പറാണ്. പക്ഷെ സമ്മറിന് പുഴുങ്ങി പോവും ഇതിൻ്റെ അകത്തിരുന്ന് വേർത്ത്. സോ സമ്മറിന് പറ്റിയതല്ല, വിന്ററിന് പൊളിയാണ്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാ ഇതും കൊച്ചിനുള്ളതാണ്. ഇതെന്ത് സംഭവം എന്ന് കാണിച്ചു തരാം. ഈ സംഭവം ഞാൻ ഓർഡർ ചെയ്യാൻ മെയിൻ കാരണം ഇത് കണ്ടിട്ടാണ്. ഇതിന്റെ ഔട്ടർ പാക്കിങ് ഈ സാധനം കണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് ഓർഡർ ചെയ്തത്. ഇതെന്താണുള്ളത് നോക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ ഫീഡിങ് ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഫീഡിങ് ബോട്ടില് നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിന് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ഇത് ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഇപ്പുറത്തെ സൈഡാണ് യെസ്. ഇങ്ങനെ നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫീഡിങ് ബോട്ടില് കഴുകേണ്ട ബ്രഷൊക്കെയാണ്. ഫീഡിങ് ബോട്ടിൽ കഴുകേണ്ട ബ്രഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിൽ കൂടെ തന്നെ ഉണ്ട് വിത്തായിട്ട് വരുന്നത്.
പിന്നെ ഇത് മെയിൻ കാരണം എന്ന് പറയണേ, ഇത് ഫോൾഡബിൾ ആണ്. സോ നമുക്കിപ്പോ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് എവിടെ വേണം കൊണ്ടുപോവാം, ഇത് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ ഇതിലിങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിടണം, കഴുകിയിട്ട് ഇതിൽ ഹാങ് ചെയ്തിട്ട് ഉണക്കണം. പിന്നെ ഇതിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം. വീണ്ടും അടുത്ത പ്രാവശ്യം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ചെയ്യാം. ഇപ്പൊ നാട്ടിൽ പോവുകയാണ്, വേറെ എവിടെയെങ്കിലും ട്രാവലിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. അടിച്ചൊരു ബോക്സ് പോലെ വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. സോറി, തല തിരിഞ്ഞു പോയി ഇങ്ങനെ ഈ സാധനം. പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ ഇത് എടുക്കാൻ കാരണം ഇതിന്റെ ഔട്ടർ അപ്പിയറൻസ് കണ്ടിട്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുക്കും. അടുത്തത് ഞാൻ ഓർഡർ ചെയ്യാത്തൊരു സാധനമാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവരെനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സാധനമാണ്, ഗിഫ്റ്റ് തന്നതിൽ ഒരു സാധനമാണ്. ഇത് എന്താണെന്ന് നോക്കാം. ദിസ് വൺ, ഇത് ഡ്രീം ക്യാച്ചർ ആണ്. എന്നുവെച്ചാൽ നമുക്കിപ്പം ഡ്രീം ക്യാച്ചർ പോലത്തെ ഒരു ഹാങ്ങിങ് ആണ്. നമുക്ക് ബെഡ്റൂമിലും എല്ലായിടത്തുമായിട്ട് ഇടാം. ഡെക്കറേറ്റീവ് ഐറ്റംസ് പോലത്തെയാണേ. അയ്യോ, കുരുങ്ങിപ്പോയി. ഒരു സെക്കൻഡ്, ഇപ്പൊ സെറ്റ് ചെയ്യാം. യെസ്, ഡ്രീം ക്യാച്ചർ പോലത്തെയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ക്യൂട്ടായിട്ടുണ്ട്, നന്നായിട്ട് അടിപൊളിയാണ്, കൊള്ളാല്ലേ. റെയിൻബോ കളർ പോലത്തെ ഇങ്ങനെ കുറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം താങ്ക് യു സോ മച്ച്. എനിക്ക് അയച്ചുന്ന എല്ലാ ഗിഫ്റ്റിനും താങ്ക് യു സോ മച്ച് തെമ്മു. അപ്പം അത് ആക്ച്വലി ഡെയിലി ഗിഫ്റ്റുമായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ കേട്ടോ. നമുക്കുള്ളത് ഡെയിലി ഗിഫ്റ്റ് കൂപ്പൺസ് ഉണ്ട്. ഡെയിലി നമ്മളിപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഡെയിലി ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റ് കൂപ്പൺസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് വന്നോളൂ. നമുക്ക് എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യാൻ നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും ഫ്രീ ഗിഫ്റ്റ്സും വന്നോളൂ ഒരുമിച്ച്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ദിസ് വൺ. ഇത് ബഡി ഒന്നുമല്ല, ആരും പേടിക്കണ്ട, ബഡിയല്ല. ഇതൊരു അഡ്ജസ്റ്റബിൾ ഹാങ്ങിങ് സ്റ്റാൻഡ് ആണ്. നമുക്കിപ്പം കബോർഡില് വാൾഡ്രാപ്പില് ഹാങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതില്ലെങ്കിൽ സ്റ്റാൻഡിലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റബിൾ വാങ്ങാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇത് വന്ന് ഫോൾഡ് ചെയ്ത് നിൽക്കും എന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നമുക്ക് ഇത്രയും പോകും, ഇത്രയും നീട്ടാൻ പറ്റും. പക്ഷെ ഇതില് എന്താ പറയാ, സൈസസും ഉണ്ടായിരുന്നു. നമ്മള് വാൾഡ്രോപ്പിന്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അതിലും ഇതിലെ സൈസസ് ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. ഞാൻ ഇത് യൂസ് ചെയ്യണമെന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഇത് ഫിറ്റ് ചെയ്ത് നോക്കും, ഇത് നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. കട്ടിയുണ്ട്, എനിക്കൊന്ന് കുറെ വെയിറ്റ് നിൽക്കും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. അപ്പം ഇതും കൊള്ളാം, നന്നായിട്ടുണ്ട്. യൂസ് ചെയ്താലേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഇനിയുള്ളതും ഗിഫ്റ്റ് ഐറ്റത്തിന്റെ ഒന്നാണ്. അത് ആക്ച്വലി ഒരു മിനിറ്റ്, അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടേ? ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല, പുറത്തിങ്ങനെ നോക്കിയിട്ട് വെച്ചെന്നേ ഉള്ളൂ ഗൈസ്. അയ്യോ, കിട്ടിപ്പോയി. കിട്ടിപ്പോയി. ഇത് സംഭവം കൊള്ളാം. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വെറ്റ് വൈപ്സ് ഒക്കെ ഇതിന്റെ അകത്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് നമുക്കിങ്ങനെ ട്രാവലിംഗ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാം ഇവിടെ വേണമെങ്കിലും, അങ്ങനത്തെ സാധനം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ഇത് നോക്കണം ഇതെങ്ങനെ യൂസ് ചെയ്യണ്ടേ. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല ഇത് സാധനം. അപ്പം ഇതാണത്. നോക്കി നമ്മളിങ്ങനെ കവറൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകണേന് ഇതിൽ വെച്ചിട്ട് കൊണ്ടുപോകാം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതില് വേറൊരു കളറും കൂടെ ഉണ്ട്, യെല്ലോ. ഇപ്പം ഈ രണ്ട് സാധനവും എനിക്ക് അവർ അയച്ചു തന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ട് യൂസ്ഫുൾ ആണോന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. മസ്റ്റ് ഹാവോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, നമുക്ക് അല്ലെങ്കിൽ കവറിൽ കൊണ്ടുപോവാമല്ലോ വെബ്സ് ഒക്കെ. സോ ഉണ്ടായിരുന്ന കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ല. മീൻസ് മസ്റ്റ് ഹാവ് ഒന്നല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം കൊള്ളാം. എന്തൊക്കെയാണല്ലേ കണ്ടുപിടുത്തം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോകുന്നത് ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതും എനിക്ക് ഡെയിലി ഗിഫ്റ്റിന് കിട്ടിയതാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മളെ സിങ്കില്ലേ, വാഷ് ബേസ്, അതില് ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. താഴെ ഇങ്ങനെ വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മള് കഴുകുമ്പോഴൊക്കെ വേസ്റ്റ് എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇതില് അത് ഇങ്ങനെ എന്താ പറയുക കെട്ടി നിൽക്കും.
അപ്പൊ ഇതിലിങ്ങനെ കെട്ടി നിൽക്കുന്ന സാധനം നമുക്ക് അങ്ങനെ ഇത് യൂസ് ചെയ്ത് എടുത്ത് മാറ്റി കളയാം. അപ്പൊ ഇത് ഹെൽപ്ഫുൾ ആണോ ചോദിച്ചാൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്കിപ്പം സിങ്കില് വന്ന് അടഞ്ഞിരിക്കാതെ വേസ്റ്റ് ഒക്കെ അടഞ്ഞിരിക്കുന്ന വെള്ളം പോകത്തില്ലല്ലോ, അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അയ്യോ സോറി അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇത് യൂസ്ഫുൾ ആണ് സംഭവം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബേബിയുടെ ഡൈപ്പർ ചേഞ്ചിങ് ബാഗാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ് ഡൈപ്പറൊക്കെ. ഓക്കെ, അപ്പം ഞാനത് പൊട്ടിക്കാൻ പോകുന്നു. ഒരു മിനിറ്റ്. ഇത് കുറച്ച് വലുതാണ് കേട്ടോ. ഞാൻ തെമ്മൂല ആപ്പിൽ നോക്കിയപ്പോൾ ഇത്രയും വലുത് പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇത് യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് വന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന്റെ അകത്ത് നോക്കുമ്പം ഇങ്ങനത്തെ ഒരു ഷീറ്റ് പോലെയാണ്. ഇവിടെ നമുക്ക് സൈഡിൽ ഡൈപ്പേഴ്സ് ഒക്കെ വെക്കാം, വെറ്റ് ടിഷ്യൂസ് ഒക്കെ ഇവിടെ വെക്കാം. ഇവിടെയാണ് കിടക്കുന്നത് നമ്മൾ കൊച്ചിനെ. പുറത്തൊക്കെ പോയിട്ട് നമുക്കിപ്പം ഡൈപ്പർ ചേഞ്ച് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആവും ഈ ബാഗ്. സോ ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും എല്ലാത്തിന്റെയും ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ എല്ലാത്തിന്റെയും ലിങ്കും ഫോട്ടോ പിന്നെ സ്ക്രീൻഷോട്ട്സ് എല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. ഫോട്ടോസ് ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും ഇപ്പുറത്തില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഓരോ പ്രൊഡക്റ്റിന്റെയും ഷെയർ ചെയ്തേക്കാം. അങ്ങനെ ഇത് യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചതിനെ കാട്ടിലും കുറച്ചുകൂടെ വലുതാണ് ഇങ്ങനെ ക്യാരി ചെയ്യുന്ന സാധനം. പക്ഷെ ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നൂലല്ലേ എന്തോ ഒരു ബാഗ് എന്ന പോലത്തെ ഒരു സംഭവമല്ലേ, പക്ഷെ അകത്തുള്ള ഇതാണ് ഡൈപ്പർ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഈ പ്രോഡക്റ്റും യൂസ്ഫുൾ ആണ്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് സ്ട്രോളർ ഷീറ്റ്. ഞാനൊരു പിങ്കും ബ്ലൂവും കൂടെ മിക്സ്ഡ് കാണിച്ചില്ലേ, ഡബിൾ സൈഡ് ഉള്ള, അത് തന്നെയാണ് ഇത്. ഞാൻ 2 ഓർഡർ ചെയ്ത്, അതും ഇതും ചേർത്ത്. രണ്ടും ഒരേ ക്വാളിറ്റിയും ഒരേ സെല്ലറിന്റെ അടുത്ത് തന്നെയാണ് മേടിച്ചേക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോളർ ഷീറ്റ് ആയിട്ടും യൂസ് ചെയ്യാം, ഇൻഫാന്റ് കാർ സീറ്റർ ഉണ്ടല്ലോ അതിന്റെ ഷീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത് പിന്നെ ഉള്ളത് ദിസ് വൺ. ഇത് ബേബി ബെഡിന്റെ സൈഡില് നമുക്കിങ്ങനെ ഇത് മിനിറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചത്. ദിസ് വൺ. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ബേബിയുടെ ക്രിബ് അല്ലെങ്കിൽ ബേബി ബെഡിന്റെ അവിടെ നമുക്കിങ്ങനെ ഇത് ഞാൻ ഹാങ് ചെയ്ത് നിർത്താം. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. യെസ് അഫ്കോഴ്സ്. ഇതെങ്ങനെയാണെന്ന് ഇതിന്റെ ഫംഗ്ഷൻ എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇനി പിടിച്ച് വലിച്ച് പൊട്ട എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പണി പോലെ കേസ്. ഞാൻ എന്റെ ഫംഗ്ഷൻ നോക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ബേബി ബെഡ് ഉണ്ടല്ലോ, ബേബി ബെഡിന്റെ സൈഡിൽ നമുക്കിങ്ങനെ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് നമുക്കിങ്ങനെ കുറച്ച് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അതിനുള്ള സാധനമാണ് ഇത്. തുറക്കാൻ പറ്റണില്ല, എനിക്ക് അറിഞ്ഞൂടാ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. അത് സ്ട്രക്ക് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോ പിടുത്തം. സോ ഞാൻ ഇനി ഇതിന്റെ മാനുവൽ നോക്കിയിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഹാങ് ചെയ്യേണ്ട ഒരു ഹൂക്കും കൊടുത്തിട്ടുണ്ട്. സോ സംഭവം ഞാൻ ഇത് റിസ്ക് എടുക്കുന്നില്ല, ഞാൻ മാനുവൽ നോക്കിയിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാകും. ഓക്കെ, പിന്നെ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇതും ഡെയിലി ഗിഫ്റ്റ്സ് ആയിട്ട് കിട്ടിയതാണ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ബർപ്പിംഗ് ക്ലോത്ത് ആണ്. നമ്മളിങ്ങനെ കൊച്ചിന് പാലൊക്കെ കൊടുത്ത ശേഷം ഉറക്കുമല്ലോ, ഉറക്കാൻ വേണ്ടി ഇങ്ങനെ ബർപ്പ് ചെയ്യും തോളിലിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബർപ്പിംഗ് ക്ലോത്ത് ആണ്. ഇതിൽ 1 2 3 4 5 പെയേഴ്സ് ഉണ്ട്. ഓരോന്നും ഓരോ കളറാണ്. 5 പെയേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാം വൈറ്റ് ആണ്, വെള്ളയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഗൈസ്. സോ നോക്കട്ടെ. ഇതിപ്പം പറയാനൊന്നുമില്ല, ഇതിപ്പം നോർമലി ക്ലോത്ത് വൈസ് നമ്മൾ നോക്കുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം, നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം സപ്പോസ് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെള്ള വാങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം പെട്ടെന്ന് അഴുക്കായി പോകും. അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനത്തെ ഒരു കാറ്റഗറി ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് വൈറ്റ് ഇഷ്ടമല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സാധനത്തിലൊക്കെ കുറച്ച് നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത് എനിക്ക് 5 പേരാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഇതെന്താന്ന് വെച്ചാൽ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മള് വാർഡ്രോപ്പ് ഉണ്ടല്ലോ, കബോർഡിന്റെ സൈഡിൽ ഇപ്പൊ നമ്മളിപ്പം വാർഡ്രോപ്പിന്റെ അവിടെ നമ്മളിപ്പം ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ പ്ലേസ് കുറെ പോകുമല്ലോ, സൈഡിലൊക്കെ വെറുതെ കിടക്കും പ്ലേസ്. അപ്പൊ അതും ഇങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതും നമ്മൾ വെറുതെ വിടാൻ പാടില്ല. യെസ്, ആ പ്ലേസും. അപ്പൊ അതുകൊണ്ടുള്ള സംഭവമാണ്. മീൻസ് അവിടെ നമുക്കിത് ഒട്ടിക്കാം, ഇങ്ങനെ സൈഡില് ഒട്ടിച്ചിട്ട്
ഇത് വന്ന് ഹാങ്ങേഴ്സ് ആണ്. ഇതിൽ നമുക്ക് ഡ്രസ്സോ സോക്സോ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം, ഞാൻ ഫോട്ടോയിൽ നോക്കിയപ്പം അവർ സോക്സ് ക്യാപ്പ് അങ്ങനെയൊക്കെയാണ് ഹാങ് ചെയ്തിടുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയാനാ ഹാങ് ആയിട്ട് നിൽക്കുമെന്നാണ് തോന്നണേ. കൊച്ചു പിള്ളേരുടെ സോക്സ്, ക്യാപ്സ്, പിന്നെ നമുക്കുള്ള സോക്സും ക്യാപ്പും അങ്ങനെ എന്ത് വേണോ നമുക്ക് ആ ഒരു പോർഷൻ വന്ന് ഫില്ല് ചെയ്യാം ഇതുകൊണ്ട്. ഇത് ഇങ്ങനെ അടച്ചിട്ട് അവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ എംറ്റി സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം. വെറുതെ അതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിത് എടുത്തതാണ് ഗൈസ്. പിന്നെയുള്ള ഇതാണ്, ഇത് വേറെ ഒന്നുമല്ല, ഹാങ്ങർ ആയിരുന്നു. ഇതും ഡെയിലി ഗിഫ്റ്റ് സെന്ററിൽ വരുന്ന ഹാങ്ങർ ആയിരുന്നു. ഇതൊരു 1 2 3 4 5 10 ഉണ്ട്. ഓക്കെ, 10 പെയർസ് ഉണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ളതാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് യൂസ് ചെയ്യേണ്ട ഹാങ്ങേഴ്സ് ആണ് ദിസ് വൺ. അപ്പോൾ ഇത് കിട്ടിയതാണ് എനിക്ക്. യൂസ്ഫുൾ ആണോന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. പ്ലാസ്റ്റിക് കട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് വെയിറ്റ് ഉള്ളതൊന്നും നിൽക്കൂലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഓക്കെയാണ് ഒരുവിധം. പിന്നെ ഉള്ളത് ദിസ് വൺ. ഇതെന്തെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ദിസ് വൺ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബേബി ബെഡ് ഉണ്ടല്ലോ, കൊച്ചിന്റെ ക്രിബ്, അതിന്റെ സൈഡിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ ചേഞ്ചിങ് ടേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഹാങ് ചെയ്തിടാം. ഇതിന്റെ അകത്ത് നമുക്കിപ്പം പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇപ്പം അതിന് പോയി ഓടിയെടുക്കുകയോ അങ്ങനെ ചെയ്യേണ്ട, സൈഡിൽ തന്നെ വെച്ചിരുന്നാൽ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈക്ക് ഓർഗനൈസർ ആണ് സംഭവം. ഇതും അത്യാവശ്യം ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഇതിന്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. അയ്യോ എന്തോ താഴെ വീണു. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അകത്ത്. വിചാരിച്ച പോലെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ച് കുഞ്ഞായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓക്കെയാണ്, അത്യാവശ്യം വലുതാണ്, സ്പേസും ഉണ്ട്. അങ്ങനെ കുട്ടി ഇങ്ങനെ ഇരിക്കണം. ഇത് ഓർഡർ ചെയ്തു ഗൈസ്. പിന്നെ ഉള്ളത് ഇതും ഗിഫ്റ്റിന്റെ കാറ്റഗറിയാണ്. ഇത് സംഭവം നമുക്കിപ്പം ഹീറ്റ് ചെയ്തിട്ട് കേൾ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇതിൽ അവർ 2 ബണ്ണും ഒരു ക്ലിപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ക്ലിപ്പൊക്കെ തന്നിട്ടുണ്ട്. സംഭവം ഇത് ഹീറ്റ്ലെസ് കേളിംഗ് സെക്ഷനിൽ വരുന്നതാണ്. ഒരു ത്രെഡ് പോലെ റോപ്പ് പോയ നമുക്ക് അറിയാമായിരിക്കും ഇത് ആക്ച്വലി. ഇതിങ്ങനെ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. ലൈക്ക് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വെക്കാം ഗൈസ്. ഇങ്ങനെ ചുരുട്ടി റോൾ ചെയ്തിട്ട് 2 ബണ്ണിട്ട് നമ്മൾ ടൈ ചെയ്യണം താഴെ. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും, പക്ഷെ ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വർക്കിംഗ് ആണ്. ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വർക്കിംഗ് ആണ്. നമുക്ക് വിത്തൗട്ട് ഹീറ്റും നമുക്കിങ്ങനെ വെച്ചിട്ട് ഹെയർ റോള് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് അവരെനിക്ക് അയച്ചതാണ്. സംഭവം യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. പേടിക്കേണ്ട കേസ്, ഓൾമോസ്റ്റ് എല്ലാം തീരാറായി. ഇനി കുറച്ചു നേരം കൂടെ എന്നെ സഹിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, പിന്നെ ഉള്ളത് ഇതാണ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ബാത്ത് ടബിലും ഒക്കെ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും അവിടെ ലൈക്ക് ഞാൻ നേരത്തെ സിങ്കിൽ കാണിച്ചില്ല, അതേപോലെ തന്നെയാണ്. എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ നിൽക്കും, അകത്ത് പോവില്ല. അത് കാരണം വെറുതെ ഒരു ബ്ലോക്കേജ് നമുക്ക് വരാതെ നമുക്ക് തടുക്കാം എന്ന് പറയണേ, വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, സൂക്ഷിക്കാം. അതാണ്. അപ്പം ഇത് അതിനുള്ളതാണ്. ഇതും എത്രത്തോളം ഇതിലിപ്പോ ഒരു എത്ര കാണുമെന്ന് എനിക്കറിയണ്ട. ഇത് ഞാൻ പറഞ്ഞ പോലെ ഉച്ചയറ്റത്തിൽ വന്നതുകൊണ്ട് എനിക്കറിയില്ല എത്ര ഉണ്ടാവുമെന്ന്. ഇതിലെനിക്കൊരു 10 കാണുമെന്ന് തോന്നുന്നു. ഇത് എത്രത്തോളം സ്റ്റിക്ക് ചെയ്ത് നിൽക്കും ചോദിച്ചാൽ നോ ഐഡിയ, അറിഞ്ഞൂടാ. എന്നാലും ഇതിലൊരു 10 പീസ് കാണുമെന്ന് തോന്നുന്നു. ഇതിൽ ഇട്ടിട്ടില്ല എത്ര എന്നുള്ളത്. യെസ്, ഇത് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ബേബി ബെഡില് വിരിക്കേണ്ട ബ്ലാങ്കറ്റ് ആണ്. സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് അടിപൊളിയാണ്. ഇതിന്റെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴും ഇതാ കൊള്ളാം എന്നതാണ് എന്റെ ഒരു വിശ്വാസം. ക്വാളിറ്റി വൈസ് നല്ലതാണ്. പക്ഷെ ഇതില് പൂട വരുന്നുണ്ടോ? ഇല്ല, പൂട ഇല്ല, വരുന്നില്ല. ചിലതിൽ ഇങ്ങനെ വരാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയതാ. ഇത് സംഭവം അതാണ്. ഓൾറെഡി ഞാൻ ഇതിൽ 1 മേടിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് 1 2 ഇരിക്കട്ടെ. ഉണ്ട് പൂടയുണ്ട് 2 ഇരിക്കട്ടെ എന്ന് വെച്ചാൽ. പക്ഷെ ഇതെല്ലാം ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ എടുക്കാൻ. അപ്പൊ ഇതാണ് അവസാനത്തെ പ്രോഡക്റ്റ് ഗൈസ്. ഇനി നിങ്ങൾ എന്നെ ഇതിന് കൂടെ കഴിക്കാൻ മതി. ഓക്കെ,
ഇതും ഗിഫ്റ്റ് സെക്ഷനിൽ കിട്ടിയാണ്. ഇത് എന്റെ ഡ്രസ്സാണ്, പക്ഷെ ഐ തിങ്ക് എനിക്കിത് വലുതാണ് ഗൈസ്, ഭയങ്കര വലുതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് 2 പേർക്ക് കയറാം, അത്രയ്ക്ക് വലുതാണ്. സൈസ് ഒരാഴ്ച മാറിപ്പോയെന്ന് തോന്നുന്നു, വലുതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ റിട്ടേൺ അയക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ആഫ്റ്റർ ഡെലിവറി നോക്കട്ടെ, എന്നിട്ട് ഞാൻ യൂസ് ചെയ്യണോ വേണ്ടേന്ന് ആലോചിച്ച്. പക്ഷെ എന്തായാലും 30 ഡേയ്സിനകം നമ്മൾ റിട്ടേൺ അയക്കണം. പക്ഷെ ഞാൻ ഇന്ന് റിട്ടേൺ അയക്കാൻ എനിക്കൊരു ഐഡിയ ഇല്ല, പ്ലാൻ ഇല്ല. വലുതാണ്, പക്ഷെ എനിക്ക് കളറും സംഭവം ക്ലോത്ത് ഒക്കെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് റിട്ടേൺ അയക്കില്ല. പിന്നെ ഇതിൽ ഫീഡിങ് ഓപ്ഷനും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ അയക്കാത്തത്. കുറച്ച് വലുതായാലും യൂസ് ചെയ്യാലോ, ലൈക്ക് വീട്ടിലോ അങ്ങനെ യൂസ് ചെയ്യാലോ. അപ്പൊ പുറത്ത് എനിക്ക് ഇടണം എന്നുണ്ടെങ്കിലും എനിക്ക് അൾട്ടർ ചെയ്യാലോ, അതുകൊണ്ട് ഞാനിത് തിരിച്ചയക്കണ്ട എന്ന് വെച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അവിയൽ പരിവായിട്ടുള്ള സംഭവം ഞാൻ കാണിച്ച കിട്ടിയ ഗിഫ്റ്റും പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളും ലേറ്റ് വന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ കാർട്ടിലിട്ട് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ്, ഓഫർ വരുമ്പോൾ എല്ലാം അങ്ങ് എടുക്കുക. ഓക്കെ, എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആസ് യൂഷ്വൽ. പിന്നെ സ്ക്രീൻഷോട്ട് സൈഡിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്ര നേരം എന്നെ സഹിച്ചു. താങ്ക് യു സോ മച്ച്. എന്റെ ഈ സംസാരം എന്നുള്ള സംസാരം ഇത്ര നേരം നിങ്ങൾ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പം സീ ബാക്ക് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ ഓൾ.